قُلْنَا اهْبِطُوا مِنْهَا جَمِيعًا فَإِمَّا يَأْتِيَنَّكُمْ مِنِّي هُدًى فَمَنْ تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ. സൂറത്തുൽ ബഖറയിലെ 38-ാമത്തെ ആയത്താണ് ഓതിക്കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമതായി, فَإِمَّا يَأْتِيَنَّكُمْ مِنِّي, ഇവിടെ നൂനാകട്ടെ മീമാകട്ടെ മേലെ ഷദ്ദുണ്ടായതുകൊണ്ട് 2 ഖദർ മണിക്കേണ്ടതാണ്. ഹുദൻ ഫമൻ തബിഅ, ഈ 2 സ്ഥലങ്ങളിലും ഇഖ്ഫാ ഹഖീഖിയാണ് നിയമം. തെൻവീന് ശേഷം ഫാ വന്നു, സുക്കൂനുള്ള നൂനിന് ശേഷം താ വന്നു. 2 തെൻവീന് ശബ്ദമാകട്ടെ സുക്കൂനുള്ള നൂനി ശബ്ദമാകട്ടെ അവ്യക്തമാക്കിക്കൊണ്ട് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഇഖ്ഫാ ഹഖീഖിയാണ് ഈ നിയമത്തിന് പറയാറുള്ളത്. ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഇവിടെ മീമിന്റെ സുക്കൂനുള്ള മീമിന്റെ ശബ്ദം വ്യക്തമാക്കി മണിക്കാതെയാണ് ഓതേണ്ടത്. അൽ ഇദ്ഹാറു ഷഫവി എന്നാണ് ഈ നിയമത്തിന് പറയാറുള്ളത്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. قُلْنَا اهْبِطُوا مِنْهَا جَمِيعًا فَإِمَّا يَأْتِيَنَّكُمْ مِنِّي هُدًى فَمَنْ تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, ഇന്ന് സൂറത്തുൽ ബഖറയിലെ 38-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഖുൽനാ ഇഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ, ഖുൽനാ നാം പറഞ്ഞു, ഇഹ്ബിതു ഇറങ്ങിപ്പോകുവിൻ, മിൻഹ ഇതിൽ നിന്ന്, ജമീഅ മുഴുവനും അല്ലെങ്കിൽ എല്ലാവരും, ഫഇമ്മാ യഅതിയന്നകും എന്നിട്ട് നിങ്ങൾക്ക് നിശ്ചയമായും വരുന്ന പക്ഷം, മിന്നി എന്റെ പക്കൽ നിന്ന്, ഹുദ ഒരു മാർഗദർശനം, ഫമൻ അപ്പോൾ ആര്, തബിഅ പിൻപറ്റി, ഹുദായ എന്റെ മാർഗദർശനം, ഫലാ ഖൗഫുൻ എന്നാൽ ഒരു ഭയവുമില്ല, അലൈഹിം അവരുടെ മേൽ, വലാഹും യഹ്സനൂൻ അവർ വ്യസനിക്കുകയുമില്ല. അപ്പോൾ സഹോദരങ്ങളെ, ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം, നാം പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുക, എന്നിട്ട് എന്റെ പക്കൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ എന്റെ ആ മാർഗദർശനം പിൻപറ്റുന്നവരാരോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആദം നബി അലൈഹിസ്സലാമിയോടും ഹവ്വാ ബീവിയോടും പറഞ്ഞതായി നമ്മെ പഠിപ്പിക്കുന്ന ഖുൽനാ ഇഹ്ബിതു മിൻഹാ ജമീഅ, നാം പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമയും ഹവ്വാ റളിയല്ലാഹു അൻഹയും ആ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അവർ മുഖാന്തരം ഇനി ലോകത്ത് ജീവിക്കാൻ പോകുന്ന മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു നൽകിയ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ ആയത്തിൽ പ്രധാനമായും നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് അവിടെ നല്ലതും ചീത്തതുമായ കാര്യങ്ങളുണ്ട്, ഗുണവും ദോഷവും അനുഭവിക്കുവാനുണ്ട്, നന്മയും തിന്മയും വേർതിരിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. സുഖവും ദുഃഖവും കലർന്ന ഒരു ജീവിതമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഭൂമിയിൽ നേരിടാനുള്ളത്. ഈ രൂപത്തിൽ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ആവശ്യമായ മാർഗദർശനങ്ങൾ അഥവാ ഹുദ അത് അള്ളാഹു അതത് സമയത്ത് മനുഷ്യന് കൃത്യമായി നൽകിക്കൊണ്ടിരിക്കും.
പ്രവാചകന്മാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ വ്യത്യസ്ത സന്ദേശങ്ങളും ദൃഷ്ടാന്തങ്ങളുമായി മനുഷ്യന് ആവശ്യമായ മുഴുവൻ ഉപദേശങ്ങളും അള്ളാഹുവിന്റെ പക്കൽ നിന്ന് മനുഷ്യന് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് ആ ഹുദ ലഭിക്കുമ്പോൾ അത് സ്വീകരിക്കുകയും അള്ളാഹുവിൽ നിന്നുള്ള ആ ഹുദ പ്രകാരം അവന്റെ ജീവിതം നയിക്കുകയും വേണമെന്നാണ്. അങ്ങനെയുള്ളവർക്ക് ഇരു ലോകത്തും ഒരിക്കലും ഭയപ്പെടേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടി വരില്ല. ഇതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ ആയത്തിന്റെ വ്യാഖ്യാനങ്ങൾക്ക് തഫ്സീർ പണ്ഡിതന്മാർ നൽകിയ വിശദീകരണത്തിന്റെ ഒരു രത്ന ചുരുക്കം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിയെയും ഹവ്വാ ബീവിയെയും പിന്നെ ഇബ്ലീസിനെയും സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറക്കിവിട്ടപ്പോൾ ഇവർക്കെല്ലാം ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. അള്ളാഹു അവരിൽ നിന്നുള്ള മാർഗദർശനമായി വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുകയും നബിമാരെയും റസൂലുകളെയും ഈ പുറത്താക്കപ്പെട്ട ആദം അലൈഹിസ്സലാമിയുടെയും അതുപോലെ തന്നെ ഇബ്ലീസിന്റെയും ഒക്കെ സന്തതികൾക്കായി അവതരിപ്പിക്കുമെന്ന വ്യക്തമായ മുന്നറിയിപ്പ് അറിയിച്ചു കൊടുക്കുകയാണ്. ലോകത്തിലേക്ക് നിയുക്തരാകുന്ന പ്രവാചകന്മാർ അവർ മനുഷ്യന് മാത്രമല്ല അള്ളാഹുവിൽ നിന്നുള്ള ഹുദ എത്തിക്കുന്നത്, മറിച്ച് മനുഷ്യന്റെ സംസാരവും ഭാഷയും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ജിന്ന് വർഗത്തിന് കൂടി അള്ളാഹുവിൽ നിന്നുള്ള ഹുദ അത് എത്തിക്കുന്നവരാണ് പ്രവാചകന്മാർ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ സൂറത്തുൽ ജിന്നിലെ 1-2 ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുൽ ഊഹിയ ഇലയ്യ അന്ന ഉസ്തമഅ നഫറും മിനൽ ജിന്ന്, നബിയെ പറയുക, ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘം ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുകയുണ്ടായി എന്ന് എനിക്ക് ദിവ്യബോധനം നൽകപ്പെട്ടിരിക്കുന്നു. ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ, എന്നിട്ടവർ ആ ജിന്നുകൾ സ്വന്തം സമൂഹത്തോട് പറയുകയാണ്, തീർച്ചയായും അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു. യഹ്ദി ഇലർ റുശ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദ, അത് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ അതിൽ വിശ്വസിച്ചു, മേലിൽ ഞങ്ങളുടെ രക്ഷിതാവിനോട് ആരെയും ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല എന്ന് അവർ പറഞ്ഞതായി പരിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുകയാണ്. ബുദ്ധിജീവികളായ 2 വർഗങ്ങളാ സഹോദരങ്ങളെ, അതായത് ജിന്ന് എന്ന ഭൂതവർഗത്തിനും ഇൻസ് എന്ന മനുഷ്യവർഗത്തിനും നല്ലതും ചീത്തയും തിരിച്ചറിയുവാനുള്ള ഒരു വിശേഷ ബുദ്ധി അൽ അഖ്ല്, അതുപോലെ വേണ്ടത് തെരഞ്ഞെടുക്കുവാനുള്ള ഒരു ഇച്ഛാസ്വാതന്ത്ര്യം അൽ ഇഖ്തിയാർ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിജീവികളായ ഈ 2 വർഗങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. നന്മയുടെ മാർഗം ഇന്നതാണ് എന്നും തിന്മയുടെ മാർഗം ഇന്നതാണ് എന്നും പ്രവാചകന്മാർ മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിവരിച്ചു കൊടുക്കുമ്പോൾ ആ ഹുദ സ്വീകരിക്കുന്നവരെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഫമൻ തബിയ ഹുദായ, എന്റെ ആ മാർഗദർശനം പിൻപറ്റുന്നവരാരോ, ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയപ്പെടേണ്ടതില്ല, വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്നും. സൂറത്ത് ത്വാഹയിലെ 123-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത്, فإما يأتينكم مني هدى فمن اتبع هداي فلا يضل ولا يشقى, എന്നാൽ എന്റെ പക്കൽ നിന്നുള്ള വല്ല മാർഗദർശനവും നിങ്ങൾക്ക് വന്നു കിട്ടുന്ന പക്ഷം അപ്പോൾ എന്റെ മാർഗദർശനം ആർ പിൻപറ്റുന്നുവോ അവൻ പിഴച്ചു പോകുകയില്ല, കഷ്ടപ്പെടുകയില്ല എന്നാണ്. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയിലെ 38-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനമായിക്കൊണ്ട് തഫ്സീർ പണ്ഡിതന്മാർ പഠിപ്പിച്ച ഭാഗങ്ങളുടെ ഒരു സംക്ഷിപ്തം. ഇനി ആദം സന്തതികൾക്ക് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന അള്ളാഹുവിന്റെ ഹുദയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.